ഡൽഹിയിൽ നമ്മൾ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ മ്യൂസിയം. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുൾ ലേഡീസിലൊന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദ അയൺ ലേഡി എന്ന് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ വിശേഷിപ്പിച്ച ആരാ അറിയോ? 1973 UN സെക്രട്ടറിയും അമേരിക്കൻ ഡിപ്ലോമാറ്റും സയൻറ്റിസ്റ്റൊക്കെ ആയിരുന്ന ഹെൻറി ആൽഫ്രഡ് കിസ്സിംഗർ. നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന പത്രക്കുറിപ്പുകളും ഒരുപാട് പ്രസ് റിലീസുകളും ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇന്ദിരാഗാന്ധി അന്ന് താമസിച്ചിരുന്ന അവരുടെ വീടാണ്. ഡൽഹി സഫ്ദർജംഗ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1964 മുതൽ, അതായത് 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷമാണ് അവർ ഇവിടേക്ക് താമസം മാറുന്നത്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ കാരണം കൊണ്ട് സ്വയം അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്നത് വരെ 1984 അവർ കൊല്ലപ്പെടുന്നത് വരെ അവർ ഇവിടെ താമസിച്ചുള്ളത്. ഇവിടെ നിന്നാണ് അവർ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ അടയാളങ്ങളോ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ഓർമ്മകൾ രാഹുൽ ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഫോട്ടോസ്, മെമ്മറീസ്, അവർ യൂസ് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ, അതോടൊപ്പം തന്നെ 15 വർഷമാണ് ആ ഒരു അയൺ ലേഡി ഇന്ത്യയെ ഭരിച്ചിട്ടുള്ളത്. അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഇന്ദിരാഗാന്ധി മ്യൂസിയം വന്ന് കാണണം നിർബന്ധമായിട്ടും. ഇവിടെ നിന്നാണ് അവർ കൊല്ലപ്പെടുന്നത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് കാണാം.